لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്കെല്ലാം ഒരു ജീവിതം നൽകി നമ്മെ ആദരിച്ച അൽ ഖാലിഖും അൽ വദൂദുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട് നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അപാകതകളും ഗഫൂറായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിൽ മിക്കതും പുലർന്നു കഴിഞ്ഞു. അതിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനമാണ് ഇനി പറയുന്ന 2-3 ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒന്നാമതായി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ. ആ സമയത്ത്, ആ കാലത്ത് അന്ന് നടക്കുന്ന മ്ലേച്ഛതകൾ, അതേപോലെ തന്നെ അധാർമിക പ്രവർത്തനങ്ങൾ, തോന്നിവാസങ്ങൾ, മുസ്ലിമായി ഇരിക്കെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന സമയത്ത് അസ്സാബിറു ഫീഹിം, അതിൽ നിന്നെല്ലാം ക്ഷമിച്ച് ഇസ്ലാമിൽ കൃത്യമായി നിലകൊള്ളുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൽ ഖാബിലി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ച ഒരു പ്രയാസം ആ മനുഷ്യൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു വന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാമിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപരിചിതത്വമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് പ്രബോധനം തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുക്കം ചില സ്വഹാബത്ത് മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അവിടുന്ന് ശത്രുക്കൾ ഇവരെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങളുടെ ഒരു മർമ്മം, ഇവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ കള്ളു കുടിക്കുന്നതിൽ, ഇവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നതിൽ, പിന്നെ നിങ്ങൾ എന്തിനാണ് പുതിയ ഒരു ദീൻ കൊണ്ടുവരുന്നത്? ഇതൊരു അപരിചിതത്വമല്ലേ, സ്ട്രെയിഞ്ചായ ഒരു അവസ്ഥയല്ലേ എന്ന് അവർ ചോദിച്ച ഒരു ചോദ്യം ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, വസയഊദു കമാ ബദഅ ഗരീബ, ഇസ്ലാം എങ്ങനെയായിരുന്നോ തുടങ്ങിയത് അതേപോലെ തന്നെ അവസാന കാലഘട്ടങ്ങളിൽ അപരിചിതത്വത്തിലേക്ക് മടങ്ങുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫതൂബാ ലിൽ ഖുറബാ, ഫതൂബാ ലിൽ ഖുറബാ, ആ അപരിചിതമായിട്ടുള്ള ആളുകൾക്ക്, ആ അപരിചിതരായിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് തൂബാ, അവർക്ക് സ്വർഗ്ഗമാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഹദീസാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൂബാ ലിൽ ഖുറബാ, തൂബാ ലിൽ ഖുറബാ, തൂബാ ലിൽ ഖുറബാ, ഇങ്ങനെ അപരിചിതരായ ആളുകൾക്ക് സ്വർഗ്ഗമാണുള്ളത് എന്ന് 3 തവണ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, മനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ കുറേ നേരമല്ലോ പറയുന്നത് ഖുറബാക്കളെ കുറിച്ച്, ആരാണ് ഈ ഖുറബ, ആരാണ് ഈ അപരിചിതർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന മറുപടി, നാസുൻ സ്വാലിഹൂന ഫീ നാസിൻ സൗഇൻ കസീരിൻ,
ഒരുപാട് മ്ലേച്ഛവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസികളായിട്ടുള്ള ആളുകൾക്കിടയിലെ നാസുൻ സാലിഹൂന, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മയ്യഅസീഹിം അക്സറു മിമ്മൻ യുതീഉഹും, അവരെ അനുസരിക്കുന്നവരെക്കാളും അവരെ എതിർക്കുന്ന ആളുകളായിരിക്കും വർധനവുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് അവസാന സമയത്തേക്ക് ചുരുങ്ങിപ്പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവിടെയാണ് മറ്റൊരു ഹദീസ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് റസൂലെ മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവായിരിക്കുമോ? മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവായിരിക്കുമെന്നാണോ പറയുന്നത്? കാരണം ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം മുസ്ലിമീങ്ങളുടെ എണ്ണമാണ് കുറവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ ഇബ്നു അബി റബീഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ വളരെ ചുരുക്കം ചില മുസ്ലിമീങ്ങളെ അന്നുള്ളൂ. അപ്പോൾ അതുപോലെ മുസ്ലിമീങ്ങളുടെ എണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചിലാണോ റസൂലെ ഈ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഖാല ലാ, അല്ല, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിലെ ചപ്പും ചവറും പോലെ അത്രയും അധികമായിരിക്കും അന്ന് മുസ്ലിമീങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. യുജഅലുൽ വഹ്നു ഫീ ഖുലൂബിക്കും, അന്നത്തെ മുസ്ലിമീങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ പ്രത്യേകത, അവരുടെ ഹൃദയത്തിൽ വഹ്ന് അഥവാ ബലഹീനത ഉണ്ടാക്കപ്പെടും. വയുൻസഉർ റുഅബു മിൻ ഖുലൂബി അദുവിക്കും, മാത്രവുമല്ല നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളോടുള്ള ഒരു ബഹുമാനം, നിങ്ങളോടുള്ള ഒരു ബഹുമതി അത് ഇല്ലാതാകും. ലിഹുബ്ബിക്കുമുദ് ദുനിയ വകറാഹിയതികുമുൽ മൗത്ത്, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബലഹീനമായ അവസ്ഥ അന്ന് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുക. ലിഹുബ്ബിക്കുമുദ് ദുനിയ, ദുനിയാവിനെ അമിതമായി ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകറാഹിയതികുമുൽ മൗത്ത്, മരണത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തലമുറ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് ചുറ്റും ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര കൃത്യമാണ് ഈ വിഷയം. എത്ര മുസ്ലിമീങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും, എത്ര മുസ്ലിമീങ്ങളാണ് നമ്മുടെ കൂട്ടുകാരിൽ, എത്ര മുസ്ലിം നാമധാരികളാണ് നമ്മുടെ കുടുംബത്തിൽ. എന്തേ വിഷയം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു. ഒരിക്കലും സ്വഹാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഇസ്ലാമിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരണം, ഇസ്ലാമിലെ ഒരു വിഷയം എനിക്ക് അറിയിച്ചു തരണം, ഞാൻ അത് വേറെ ആരോടും എനിക്ക് ചോദിക്കാത്ത അത്രയും കൃത്യമായ ഒരു ഉത്തരം റസൂലെ അങ്ങ് നൽകിയാലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുക്കുന്ന മറുപടി, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മ ഇസ്തഖിം, അത് പറഞ്ഞതിന് ശേഷം കൃത്യമായി ചൊവ്വായ നിലയിൽ ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കാൻ ഇസ്ലാമിക ശത്രുക്കൾ ഒരുപാട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോഴും സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളോട് അറിയിച്ചു എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നരകം നമ്മളിൽ നിന്ന് ഒഴിവാകണം, സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടണം. അതല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യബോധം നമ്മൾ മറന്നു പോകരുതേ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കച്ചവടം. നമ്മളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്, കച്ചവടത്തിൽ ഏർപ്പെടുന്ന ബിസിനസ് മൈൻഡുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോടാണ് പറയുന്നത്, നമ്മുടെ കച്ചവടം ഇസ്ലാമികമായിരിക്കണം, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു കച്ചവടമായിരിക്കണം നമ്മളുടേത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. അവരിലേക്ക് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധിപ്പെടുത്തുകയില്ല. വലഹും അദാബുൻ അലീം, വളരെ വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിൽ 3ാമത്തെ വിഭാഗം, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ള സത്യം കൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്ന ഒരു കച്ചവടക്കാരനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് കണ്ടില്ലെങ്കിലും, ആരറിയുന്നില്ലെങ്കിലും, ആരിത് ചെക്ക് ചെയ്യുന്നില്ല എങ്കിലും എന്റെ പടച്ചോൻ ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യം കച്ചവടക്കാരെ നമുക്കുണ്ടായിരിക്കണം. കച്ചവടത്തിന്റെ വിഷയത്തിൽ മാത്രമാണോ? അല്ല, ആസ്വാദനത്തിന്റെ വിഷയമാണ് രണ്ടാമത്തേത്. ആസ്വാദനം അനുവദിക്കപ്പെട്ടതാണ്, മറിച്ച് അതിലൊരു പരിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്ദുകൾ വെച്ചിട്ടുണ്ട്. ആ ഹദ്ദുകൾക്ക് അനുസരിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3ാമത്തേത്, നമ്മുടെ വിവാഹത്തിന്റെ സമയങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊട്ടടുത്തൊക്കെ വിവാഹങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു വിവാഹ ചടങ്ങാണോ അല്ലയോ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളാൽ മാറ്റാൻ കഴിയുന്ന ചീത്ത കാര്യങ്ങളും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. എന്നാൽ ഒരു നിലക്കും നമുക്കതിന് കഴിയുന്നില്ല. ആ തിന്മകൾ നമ്മൾ എത്ര എതിർത്താലും പൂർവാധികം ശക്തിയോടുകൂടി അവിടെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ
അവിടെ മൗനം പാലിച്ച് നിൽക്കാനല്ല പറഞ്ഞത്, എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കൃത്യമായി കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. കയർക്കാനല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ കൃത്യമായി സരളമായ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടുമോ, ഇത് ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഞാൻ ഒഴിവാക്കിയാൽ അള്ളാഹു എന്നെ വെറുക്കുമോ എന്ന ഒരു ചിന്തയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പരലോകമാണ് എന്നും നിലനിൽക്കുന്നത് എന്ന ബോധ്യം ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആലയിൽ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നമ്മളിപ്പോഴും ഇഹലോകത്തിന് ദുനിയാവിന് പ്രാധാന്യം നൽകി അതിലെ ജീവിതത്തിൽ മുഴുകുകയാണ് എങ്കിൽ അല്ലാഹു പറയുന്നു, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, നിങ്ങൾ ഈ ദുനിയാവിനല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും അതേപോലെ തന്നെ എന്നെന്നും ബാക്കിയാകുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് ദിവസവും ദിനേന നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്. അള്ളാഹുവിനെ റബ്ബായി രക്ഷിതാവായി തൃപ്തിപ്പെട്ട നമ്മൾ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട നമ്മൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുക്കും റസൂലിനും ഇഷ്ടമില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അവർ വെറുക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതെൻ്റെ ഇഷ്ടമാണ്, അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവരാം? നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അതുകൊണ്ട് വളരെ കൃത്യമായി ദീനി വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അള്ളാഹു അവന്റെ റസൂലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ, ഒരു തീരുമാനം പറഞ്ഞാൽ, ഒരു മുഅ്മിൻ അതേപോലെ തന്നെ ഒരു മുഅ്മിനത്തിനോ അവരുടേതായ ഒരു തീരുമാനമോ നിലപാടോ എടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നമ്മൾ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അപ്പോൾ ഒന്നാമത് നമ്മുടെ മക്കളുമായും അവരുടെ വിദ്യാഭ്യാസമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മതപരമായതും അതേപോലെ തന്നെ ഭൗതികമായതും അറിവ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. അവരെ സ്കൂളിലേക്ക് നമ്മൾ അയക്കാറുണ്ട്, അവരെ കോളേജിലേക്ക് നമ്മൾ അയക്കാറുണ്ട്, അവരെ ട്യൂഷന് വേണ്ടി നമ്മൾ അയക്കാറുണ്ട്. ആ അയക്കുന്ന സമയത്തൊക്കെയും ഭൗതികത തലക്ക് പിടിച്ച് മതം ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അഥവാ മതം രണ്ടാമത്തതാണ്. ദീൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, അത് 5 നേരത്തെ നിസ്കാരത്തിൽ ഒതുങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ ഉപ്പാനോടുള്ള അനുസരണയിൽ ഒതുങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ റമദാനിലെ നോമ്പിൽ ഒതുങ്ങേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് സംസാരത്തിൽ ദീൻ ശ്രദ്ധിക്കണം, സ്കൂളിലെ ഇടപഴകുന്നതിൽ ദീൻ ശ്രദ്ധിക്കണം, ഡാൻസ് കളിക്കുന്നതിൽ ദീൻ ശ്രദ്ധിക്കണം, മ്യൂസിക്കിന്റെ വിഷയത്തിൽ ദീൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ചില നിലപാടുകളാണ് സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത് എങ്കിൽ അത് തെറ്റായ ദിശയിലാണുള്ളത്. ആ ദിശ നമ്മൾ മാറ്റണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ സൂംബ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരുപാട് ചർച്ചകളിലേക്ക് നമ്മൾ പോയി. എന്തിനാണ് സൂംബയെ നമ്മൾ എതിർക്കുന്നത്? അപ്പം നമ്മളിൽപ്പെട്ടത് ഇത് കാഫിരീങ്ങളോടുള്ള മറുപടിയല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഖുതുബയിൽ പറയേണ്ട ആവശ്യമില്ല, ന്യൂസ് റീഡിംഗിൽ പോയി പറഞ്ഞാൽ മതി, റിപ്പോർട്ട് കൊടുത്താൽ മതി. ഇത് ഇന്നത്തെ ഖുതുബയിൽ ബോധപൂർവം ഈ ഒരു വിഷയം ഉൾപ്പെടുത്തിയത് മുസ്ലിമീങ്ങളെ, ഉമ്മത്തെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം നാമധാരികളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു കലാവിനോദല്ലേ? ഇഷ്ടമുള്ളവർ ചെയ്താൽ പോരെ? അതൊരു വ്യായാമ മുറയല്ലേ? അതിന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? നിങ്ങളെ കണ്ണിനാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കുന്ന വലിയ മനസ്സുള്ള മനുഷ്യരോട്, ഈ ഉമ്മത്തിന്റെ പടനായകരോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉമ്മത്തെ നമ്മുടെ നാവിൽ നിന്നാണ് ഈ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം നാമധാരികളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഭരണാധികാരികളുടെ വീട്ടിലോ അവരുടെ കുടുംബത്തിലോ ഉൾപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അല്ല ഇത്. ഇത് പൊതുസമൂഹത്തിൽ, പൊതു സ്കൂളുകളിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ്. അതിനെ എതിർക്കേണ്ട രീതിയിൽ എതിർക്കുക തന്നെ ചെയ്യും. അതാ ഒരു മുസ്ലിമിന്റെ നിലപാട്. എതിർപ്പ് നമ്മൾ പ്രകടിപ്പിച്ചാൽ അതിനെതിരെ നടപടി ഉണ്ടാകുമെങ്കിൽ എത്രത്തോളം ഒരു അധപ്പതിച്ച സമൂഹത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ യുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കട്ടെ. എന്താ അവരുടെ പ്രത്യേകത? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന ആളുകളാണ്, നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. വയൻഹൗന അനിൽ മുൻകർ, എന്നാൽ അധാർമികമായ തിന്മയോ തോന്നിവാസങ്ങളോ മ്ലേച്ഛതകളോ സമൂഹത്തിൽ കണ്ടു തുടങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ആ ഒരു ആദർശം നമ്മൾ കറകളഞ്ഞതായി മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു വൈകാരികമായ പ്രകടനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഇപ്പോൾ രണ്ടാമതൊരു വിഷയമാണ് ആ ഒരു വിഷയത്തിൽ. ഇപ്പോൾ വൈകാരികമായിട്ടാണ് പൊതുവെ നമ്മൾ സംസാരിക്കാറുള്ളത്. ഇപ്പം ചാനൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സൂംബയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യുക്തിവാദികളായിട്ടുള്ള മതനിരാസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് തലക്ക് പിടിച്ച ആളുകളുടെയും ഇസ്ലാം വിരോധികളുടെയും പല സംസാരങ്ങളിലും പല തോന്നിയാസങ്ങളും വരും. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെയും ഹലാലായ ഒരവസ്ഥയാണ്. അള്ളാഹുവിലേക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ആമീൻ.
എന്ന് വെച്ച് നമ്മളും അതേ ഒരു നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയ സുഹൃത്തുക്കളെ, അവരുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളത് കൂടിയാണ് സുമനസ്സുള്ള ആളുകളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പോൾ ലഹരി, ഇപ്പോൾ ചോദിക്കും ലഹരിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചോദ്യങ്ങളും വരും. ഇപ്പം ചോദിച്ചില്ലേ, ഖുർആനിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന ചർച്ചയാണ് സൂംബയെക്കുറിച്ച് എതിർക്കുന്ന ചർച്ചയിൽ പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതവിടെ ചോദിക്കേണ്ട ചോദ്യമാണോ അല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. അപ്പം അവിടെ ഒരു പ്രകോപനമായ രീതി ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ട ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യുക്തിവാദികളും മതനിരാസത്തിൻ്റെ ആളുകളും ഇസ്ലാമിനെതിരെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ആളുകളും ഇട്ടുതരുന്ന ചൂണ്ടയിൽ കൊത്താനുള്ള മീനുകളല്ല മുസ്ലിങ്ങൾ എന്ന് ബോധപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ അജണ്ട എന്താണ്? വളരെ കൃത്യമാണ്. ഇവിടെ ഒരു അധാർമികമായ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ അവിടെ സമരം നടത്തുന്നു. അത് ഏതാ സമരം? നമ്മൾ റോട്ടിലിറങ്ങി കല്ലെറിയുന്നില്ല, ഒന്നുമില്ല. നമ്മുടെ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി വമൻ ലം യസ്തതി' ഫബിലിസാനിഹി വമൻ ലം യസ്തതി' ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം മാത്രമേ നമ്മൾ നടപ്പിലാക്കുന്നുള്ളൂ. ഒരു അക്രമത്തിനും നമ്മൾ പോകുന്നില്ല, ഒരു പ്രയാസപ്പെടുത്തലിനും നമ്മൾ പോകുന്നില്ല. ഒരു പ്രയാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു മുൻകറായ വെറുക്കപ്പെട്ട ഒരു സംഗതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ തടുക്കുക. അതിൻ്റെ അർത്ഥം അത് അടിച്ചു പൊട്ടിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കിയത്? അക്രമ രാഷ്ട്രീയമല്ല ഇസ്ലാമിലുള്ളത്. ഇത് രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് പിന്നെ മതം അതിലേക്ക് ലയിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. രാഷ്ട്രീയമല്ല ഇസ്ലാം, കൃത്യമാണ് അവിടെ. എന്താ കൈകൊണ്ട് തടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളാണ് അതോറിറ്റി എങ്കിൽ എതിർക്കാനുള്ള പൂർണ്ണമായ അധികാരം ഉണ്ടാകും. അപ്പം അതിനുള്ള അധികാരം ഇവിടെ നമുക്കില്ല സ്വാഭാവികമായും. അപ്പോൾ വമൻ ലം യസ്തതി' ഫബിലിസാനിഹി, കൈകൊണ്ട് തടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നാവ് കൊണ്ട് എതിർത്ത് കൊള്ളട്ടെ. അതല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ചില ആളുകളൊക്കെ പറയും ഇത് ഇങ്ങനെയൊക്കെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അത് മന്ത്രി തന്നെ പറഞ്ഞില്ലേ വേണ്ടവർക്ക് ചെയ്താൽ മതി, ആരെയും നിർബന്ധിക്കൂല എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്ക് വീണ്ടും വീണ്ടും പറയാണ്. ഇത് ഓരോ വീട്ടിലേക്കോ ഓരോ കുടുംബത്തിലേക്കോ ഉള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിയിലേക്കോ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയമല്ല ഈ പറയുന്നത്. ഇത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം സ്വാഭാവികമായും ഇവിടുത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ ആ മുസ്ലിമീങ്ങളുടെ ആദർശത്തിന് എന്തെങ്കിലും കളങ്കവിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമതൊരു വിഷയം ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്, ഏതായാലും അവർ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് കട്ടായം പറഞ്ഞ സ്ഥിതിക്ക് അവർ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ കമന്റ് ഇടാണ്, എന്നാൽ പിന്നെ സ്കൂളിലേക്കും കോളേജിലേക്കും നിങ്ങൾ പറഞ്ഞാക്കേണ്ട നിങ്ങളുടെ കുട്ടികളാണെന്നുള്ളതാണ്. ഇപ്പോൾ തലവേദന വന്നാൽ തലവെട്ടി കളിക്കുന്ന ഒരു പരിപാടി മുസ്ലിങ്ങൾക്കില്ല. എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് വളരെ കൃത്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളോട് അറിയിച്ചു തന്നു, നിങ്ങൾക്കിടയിൽ വലിയ ഒരു സബറിന്റെ കാലഘട്ടം, അയ്യാമു സബർ, ക്ഷമയുടെ കാലഘട്ടം നിങ്ങളിലേക്ക് വരാനുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് തുറന്നു പറയാനുള്ള ഒരു വിഷയം, കുറച്ചൊക്കെ ഒരു സബർ നമുക്ക് വേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഒരു സബറിന്റെ കാലഘട്ടത്തിൽ, ക്ഷമയുടെ നാളുകളിൽ ക്ഷമയോടുകൂടി ഇസ്ലാം പറഞ്ഞതിനനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെ, നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വഹാബികളിൽ നിന്ന് 50 ഷഹീദുമാർക്കുള്ള പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. സബർ, ക്ഷമിക്കുക മാത്രമാണോ? അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണം. വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെയും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഒരുപാട് ലിബറൽ ചിന്താഗതികൾ കടന്നുകൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ദൗർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലിബറലിസം എന്ന് പറയുന്ന ഒരു മതമാണ്. ലിബറലിസം എന്ന് പറയുന്ന ഒരു ആദർശമാണ്, മതമാണ്, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പം ഞാനൊരു ലിബറലിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് അവതരിപ്പിക്കുന്നത് എന്ന് ഒരു പടപ്പും നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയൂല. മറിച്ച് പേര് മുസ്ലിം പേരായിരിക്കും, അത്യാവശ്യം അറിയപ്പെട്ട ആളായിരിക്കും. അപ്പോൾ അവരിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ശരിയാലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് പോവാണ്. സുഹൃത്തുക്കൾ, അതിനുള്ളതാണോ? മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അതുപോലെ നമ്മൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിബറലിസ്റ്റ് ആണോ നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇസ്ലാം അല്ല എന്നുള്ളതാണ്. ലിബറലിസവും ഇസ്ലാമും എന്ന് പറയുന്നത് പരസ്പരം വൈരുദ്ധ്യമായിട്ടുള്ള ഓപ്പോസിറ്റ് കാര്യമാണ്. രണ്ടും ആകാൻ പറ്റില്ല. ഫെമിനിസ്റ്റായ ഇസ്ലാം ഉണ്ടോ? അതില്ല, രണ്ടും എതിരാണ്. കമ്മ്യൂണിസ്റ്റായ മുസ്ലിം ഉണ്ടോ? ഉണ്ടാകില്ല. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലെങ്കിൽ മുസ്ലിമാണ്, ഒന്നുകിൽ ലിബറലിസ്റ്റ് ആണ് അല്ലെങ്കിൽ മുസ്ലിമാണ്. രണ്ടും കൂടി ലയിപ്പിക്കുക എന്ന് പറയുന്നത് മ്യൂസിക്കും ഖുർആനും കൂടി ഒരുമിച്ച് പഠിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഏതെങ്കിലും ഒന്നേ ഹൃദയത്തിൽ ബാക്കിയാകൂ എന്നുള്ളതാണ്. വളരെ കൃത്യമാണ് ഈ വിഷയം. ഇത് ആരോടെങ്കിലുമുള്ള ഒരു വെറുപ്പിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയുകയാണ് എന്ന ബോധ്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ മനുഷ്യരുടെ ആസ്വാദനങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന ഒരു സാഹചര്യം ലിബറലിസം എന്ന മതത്തിനുണ്ട്. ഇപ്പം പൊതുവെ നമ്മൾ ആലോചിച്ച് നോക്കി, മൈ ബോഡി മൈ ചോയ്സ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ അവകാശമാണ്. ഇപ്പം ഞാൻ ആണാകും, ചിലപ്പോൾ പെണ്ണാകും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് എൻ്റെ ഇഷ്ടം പോലെയാണ് നടക്കുക. മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ തീരുമാനമാണ്. നമ്മൾ തീരുമാനിച്ച സമയത്താണ് നമ്മൾ ജനിച്ചത്? നമ്മൾ തീരുമാനിച്ച സമയത്താണ് നമുക്ക് പല്ല് വന്നത്? നമ്മൾ തീരുമാനിക്കുന്ന സമയത്താണോ നാളെ നമ്മൾ മരിക്കുക? ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ.
പിന്നെ എന്തിനാണ് അത്തരം തോന്നിവാസങ്ങളിലേക്ക് നമ്മൾ ചുണ്ടനക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്ലാം ആസ്വാദനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ ചില ഉത്തരവാദിത്തങ്ങൾ നൽകി എന്ന് മാത്രം. ഉദാഹരണത്തിന് കുടുംബരംഗത്തേക്ക് എടുക്കാം. കുടുംബം എന്ന് പറയുന്നത് ഇമ്പമുള്ളതാണ്, ആസ്വാദനമുള്ളതാണ്. പക്ഷേ അവിടെ സ്ത്രീക്കും പുരുഷനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ലിബറലിസം മതത്തിൽ ആസ്വാദനങ്ങൾ മാത്രമാണുള്ളത്, ഉത്തരവാദിത്തങ്ങളില്ല. ഈ അടുത്ത് നമ്മൾ കേട്ടു, 2 കുട്ടികളെ പ്രസവിച്ച ഒരു യുവതി. അവർ കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദറിലാണ്, അവിഹിതത്തിലാണ്, തോന്നിവാസത്തിലാണ്, വ്യഭിചാരത്തിലാണ് ആ 2 കുട്ടികളും പിറന്നിട്ടുള്ളത്. ഇന്നും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ 2 കുട്ടികളെയും ആ യുവതി പ്രസവിച്ചു എന്ന് മാത്രമല്ല, ഉമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന പേരിനോട് തീരെയും ഒരു നീതി പുലർത്താത്ത രീതിയിൽ ആ 2 കുട്ടികളെയും അടിച്ചു കൊന്നു, എന്നിട്ട് കുഴിച്ചു മൂടി എന്നത് നമ്മൾ ഈ അടുത്ത് കേട്ട ഒരു വാർത്തയാണ്. ഇതിൻ്റെ ഒക്കെ ഒരു കാരണം എന്താ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ആ ഒരു ചെറിയ കുട്ടിയുടെ തലയോട്ടിയുമായി ഉപ്പ അല്ലെങ്കിൽ പിതാവ് എന്ന സ്ഥാനത്തിരിക്കേണ്ട ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം, ഇതാണ് നടന്നതെന്നുള്ളത്. ഇതാണോ ലിബറലിസം പഠിപ്പിക്കുന്ന ആസ്വാദനങ്ങളുടെ കെട്ടഴിച്ച ലോകം? കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു മതം, അതാണ് ലിബറലിസം. എന്നിട്ട് അതിനെ കുടചൂടി അതിനെ മറപിടിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലരുത് എന്നുള്ളതാണ് ഉത്തരവാദിത്ത ബോധമുള്ള മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മത്തെ നമുക്കൊരു ചിന്ത ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്കൊക്കെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം, പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും. എന്നോട് ഈ അടുത്ത് എൻ്റെ ഒരു അനിയൻ സുഹൃത്ത് പറഞ്ഞൊരു വിഷയമാണ്, ഉസ്താദേ ഒരു വിഷയമുണ്ട്, എന്താ പ്രശ്നം എന്നറിയോ? ഇന്ന് സയൻസിൻ്റെ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞത് ദൈവമൊന്നുമില്ല. വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലത്, ട്യൂഷൻ എടുത്തു കൊടുത്തതല്ല ഇത്. ഇന്നത്തെ പൊതു കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരങ്ങളാണിത്. അപ്പം പറയാം, അത് കേവലം ഏതെങ്കിലും ഒരു ടീച്ചർ പഠിപ്പിച്ചതാ, ഏതെങ്കിലും ഒരു സ്കൂൾ പഠിപ്പിച്ചതാ? ആര് പറഞ്ഞു? നിങ്ങൾ ചോദിച്ചോ നിങ്ങളെ മക്കളോട്? ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പറയട്ടെ അതിന് ഉത്തരം. മതനിരാസത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക്, ലിബറലിസത്തിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഒരു ബോധപൂർവ്വ അജണ്ട നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആസ്വാദനങ്ങളുടെ മാത്രം ലോകം അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒന്ന് ചുണ്ടരക്കാൻ, വിരലനക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറരുത് എന്നുള്ളതാണ് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ട്രെൻഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ട്രെൻഡിനൊപ്പം അങ്ങനെ പോകുക എന്നുള്ളത് അത്തരം ചപ്പു ചവറുകൾ, ചണ്ടികളെ പോലെ ആകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കാതെ യഥാർത്ഥ ജീവിതം നയിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ലിബറലിസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൊതുവേ നമ്മളൊക്കെയും കേൾക്കാറുള്ള ലിബറൽ മുസ്ലിം, അതേക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ലിബറലിസം എന്താണ് നമുക്ക് സമ്മാനിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വരാനിരിക്കുന്ന ചിന്തകളല്ല, വന്നു കഴിഞ്ഞ ചിന്തകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ യഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആണ് ആണായും പെണ്ണ് പെണ്ണായും ജീവിക്കട്ടെ എന്നതിലാണ് നിലപാട്. ഞാൻ ഖലഖനാക്കും മിൻ ദക്കറിൻ വ ഉൻസ, ആണിനും പെണ്ണുമായിട്ടാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത്. എന്നാൽ ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആണിനും ഏതൊരു ആൺകുട്ടിക്കും ഏതൊരു വല്യാപ്പാക്കും ഞാൻ ഒരു പെണ്ണാണ് എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാണാണ് എന്ന് തീരുമാനിച്ചാൽ, ഐഡന്റിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ആണായിട്ട് സമൂഹത്തിൽ ജീവിക്കാനൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമതൊരു വിഷയം, ഇപ്പം ജെൻഡർ പൊളിറ്റിക്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് ബോധപൂർവം കടത്തിക്കൂട്ടിയ ലിബറലിസ്റ്റ് മതത്തിൻ്റെ വക്താക്കൾ ലിബറലിസ്റ്റുകൾ കയറ്റിക്കൂട്ടിയ വസ്ത്രധാരണത്തിൻ്റെ വിഷയം. ആണിനും പെണ്ണിനും എന്തിനാണ് വേറെ വേറെ വസ്ത്രം എന്നാണ് അവർ ചോദിച്ചത് ആദ്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് പെൺകുട്ടികൾ, നമ്മുടെ ഉമ്മത്തികളായ കുറേ കുട്ടികൾ അതിൽ പെട്ടുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ആമീൻ. അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ആമീൻ. അവരൊക്കെയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ എന്താ, ആണും പെണ്ണും ഒരേ ഡ്രസ്സ് ഇട്ട് പോകാൻ പെയിൻറ്റിട്ട് ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ തുടങ്ങി. അതിനെക്കൊണ്ട് എന്താ ഉണ്ടാകുക എന്നുള്ളത് സമീപ ഭാവിയിൽ അവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ വാണിംഗ് ആയിട്ട് പറയാനുള്ളത്. അതിൽ ഒരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യാതൊരു ഉളുപ്പില്ലാത്തൊരു സാഹചര്യം അവർ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 10 കൊല്ലം മുമ്പ്, വേണ്ട ഒരു 7 കൊല്ലം മുമ്പ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ കൊറോണയുടെ മുമ്പുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ബാഡ് വേർഡ്, ഒരു ചീത്ത വാക്ക്, ഒരു അശ്ലീല പദം ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അതിനെ എതിർക്കേനും. ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉമ്മയുപ്പ അങ്ങോട്ട് പറയുന്നത്, അതേപോലെ തന്നെ മകനും മകളും അങ്ങോട്ട് പറയുന്നതൊക്കെ എന്താ, വെറും വൃത്തികേടിൻ്റെ വാക്കാണ്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയത്? വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ. ഈ യൂട്യൂബൊക്കെ ആരായിപ്പം കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ യൂട്യൂബ് ഒഴിവാക്കാനാണോ? നേരത്തെ പറഞ്ഞ പോലെ തലവെട്ടി കളിയുന്ന പരിപാടിയാണ്. എന്ത് തലവേന വന്നാൽ
കൃത്യമായി ഹലാലായ കാര്യങ്ങൾ കാണാനും ഹലാലായ കാര്യങ്ങൾ ചെയ്യാനും ഹലാലായ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കുക എന്നുള്ളതാണ് അവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അവസരത്തിൽ പറയുകയുണ്ടായി, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഉളുപ്പ് എന്നത് ഈമാനിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വളരെയധികം ശക്തമായി പറഞ്ഞു, ഇന്നൽ ഈമാന വൽ ഹയാ ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ. ഈമാനും ലജ്ജയും ഉളുപ്പും പരസ്പരം ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്, പരസ്പരം കൂടിച്ചേർന്ന അവസ്ഥയിലാണ്. ഈമാൻ ഉയർന്നാൽ ലജ്ജയും ഉയരും, ഈമാൻ ഉയർന്നാൽ ലജ്ജ ഉയരും, ലജ്ജ ഉയർന്നാൽ ഈമാനും ഉയരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. അശജ് അൽ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട്, അൽ അസ്വരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ഫീക ഖസ്ലതൈൻ, തീർച്ചയായും താങ്കളിൽ രണ്ട് തരം സ്വഭാവമുണ്ട്. യുഹിബ്ബുഹും അല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, അൽ ഹിൽമ വൽ ഹയാ, സഹനവും ലജ്ജയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ഒരാളിൽ ലജ്ജ കുറഞ്ഞു കഴിഞ്ഞാൽ തഖ്വ അഥവാ സൂക്ഷ്മത കുറയും, ഒരാളിൽ സൂക്ഷ്മത കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം മരിക്കുമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. ഈ ലജ്ജ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹം അതിലൂടെ നശിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന മിമാ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്. പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ ഒന്നിതാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ ഉളുപ്പില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന്. അത്രയും സഹനശക്തിയോടുകൂടി അവരൊക്കെ പെരുമാറി എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടി, ഇതാണ് എന്റെ ഫ്രീഡം, ഇതാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കെട്ടടിക്കാനുള്ളതല്ല, അന്തസ്സായി പ്രഖ്യാപിക്കാൻ കഴിയണം. ഇതെന്റെ ശരീരം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന അമാനത്താണ്. വസ്ത്രവിധാനത്തിൽ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുമെന്ന് സഹോദരിമാരെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മൾ അടിമകളാണ്, പക്ഷേ ലിബറലിസ്റ്റുകളുടെ അടിമകളല്ല, അള്ളാന്റെ അടിമകളാണ്. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു വിഷയം മ്യൂസിക്കിന്റെ വിഷയമാണ്. മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ എന്താ പറയുക, നോർമലായിട്ട് നമ്മുടെ ഒക്കെ ഇടയിലുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമിനൻ നാസി മയ്യശ്തരി ലഹുവൽ ഹദീസ്. ആ ലഹുവൽ ഹദീസ് എന്ന പ്രയോഗത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ആ വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുന്നു എന്ന് പറഞ്ഞത് സംഗീതത്തെ കുറിച്ചാണ്, മ്യൂസിക്കിനെ കുറിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അതേ ഒരു വിഷയം സംഗീത ഉപകരണങ്ങളെ കുറിച്ചാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് എന്ന് വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തന്നു. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വാദ്യോപകരണങ്ങളുടെ വിഷയത്തിലാണ് ഈ ഒരു ആയത്തിന്റെ പ്രയോഗമെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ്യഭിചാരവും സംഗീതോപകരണങ്ങളും പുരുഷന്മാർക്ക് പട്ടും മദ്യപാനവും ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരിക്കൽ നാഫിഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്മാർ, ഒരു മ്യൂസിക്കിന്റെ ഒരു അകമ്പടി അവിടെ നിന്ന് കേൾക്കുകയാണ്. ആ സമയത്ത് നാഫി റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചെവിയിൽ ശക്തമായി തന്റെ ചൂണ്ടുവരുകൾ ഇങ്ങനെ കേട്ടിട്ട് പുറത്തുനിന്നുള്ള ഒരു കാര്യം കേൾക്കാത്ത രീതിയിൽ ആ റൂട്ടിൽ നിന്ന് മാറി നടക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങനെ പോയി, ചെവി പൊത്തിയിട്ട പോകുന്നത്, ഒന്നും കേൾക്കുന്നില്ല. നാഫി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദും ശിഷ്യനാണ്, നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കൈയെടുത്തത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മുത്തബിഉസ് സുന്ന നമുക്ക് അറിയിച്ചു തന്ന ഒരു വിഷയമാണ്. ഞാനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്തിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ ഷാക്കിറായി ജീവിക്കാം, അല്ലെങ്കിൽ കഫൂറായി ജീവിക്കാം. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ബട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കണക്കാക്കിയത് തഖ്വയുള്ളവർക്കാണ്, സ്വർഗം കണക്കാക്കാത്തത് തഖ്വയില്ലാത്ത ആളുകൾക്കുമാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേഷം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന് ചില മര്യാദകളുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകമായ ഒരു വസ്ത്രം ധരിക്കണമെന്ന് ഭരണകൂടം പറഞ്ഞിട്ടില്ല ഇവിടെ, അത് ഉണ്ടാക്കി ചമക്കുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സൂമ്പയിലൂടെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ വസ്ത്രവിധാനത്തിൽ ചില നിബന്ധനകളൊക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ വാദഗതികളും എതിർപ്പുകളും ഉയർന്നു വരുന്ന സമയത്ത് മെല്ലെ റൂട്ട് മാറ്റി യൂട്ടേൺ അടിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അങ്ങനെ പോകും. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ എതിർത്തു. അപ്പോൾ ചെറുതായിട്ട് അവരൊന്ന് അയഞ്ഞു, വേണ്ടവർ കിട്ടാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടവർ കിട്ടാൻ മതി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളോടുള്ളതല്ല. ഭരണകൂടം എന്ന് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കുന്ന ഒരു ടീമല്ല. അപ്പോൾ വേണ്ടവർക്ക് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ തീരുമാനിക്കാം, എന്നാൽ വേണ്ടവർക്ക് ചെയ്താൽ മതിയല്ലോ, വേണ്ടവർക്ക് ചെയ്യാലോ, എന്നാൽ ഞാനങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ലല്ലോ. ഉമ്മയും വാപ്പയും പറഞ്ഞാൽ പോലും ഹറാമായ ഒരു കാര്യം ഹലാലാവൂല. പിന്നാണോ ബാക്കിയുള്ളവർ?
അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ, ഞാൻ മുസ്ലിമാണെന്ന് തൊള്ളോണ്ട് പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ നടത്തത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ഇടപെടലിലൂടെ, കൃത്യമായി നമ്മുടെ വേഷത്തിലൂടെയൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ധാർമ്മികത, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ദഅവത്ത് നടത്തുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ഒരുപാട് പ്രയാസങ്ങൾ ഇനിയും വരും, ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതൊക്കെ ഇവിടെ വരും. ഏതുവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പച്ചയായി വ്യഭിചരിക്കുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സുഹൃത്തെ ഒന്ന് മാറി നിൽക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ, അത്രക്കും വ്യഭിചാരം, കഴുതകൾ വ്യഭിചരിക്കുന്നത് പോലെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിലേക്കുള്ള കാൽവെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ചുംബനങ്ങൾ കൊടുക്കുന്നു സ്റ്റാൻഡിൽ വെച്ച്. എന്തേ വീട്ടിൽ പോയി കൊടുത്തൂടെ? ഇല്ല, അതിനൊരു ത്രില്ലില്ല. കാരണം എന്താ, ബാക്കിയുള്ളവരെയും കൂടി ഹറാമിലേക്ക് നയിക്കാൻ കഴിയൂലല്ലോ. സ്വയം തെറ്റ് ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ളവരെയും കൂടി തെറ്റിലേക്ക് നയിക്കുന്ന ഒരു സമൂഹം, ഉളുപ്പില്ലാത്തൊരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കുന്നില്ല, അള്ളാഹു എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്ന കൃത്യരായ മുസ്ലിമീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയങ്ങളിൽ തെറ്റുകുറ്റങ്ങളും അപാകതകളൊക്കെ വന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഗഫൂറും റഹീമുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഉപ്പമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ, റബ്ബന റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ, റബ്ബന റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വനഊദു بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.